ഇതിൻ്റെ ഈ ഒരു വാഷറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊക്കെ ആയിരിക്കും ഇതിനകത്തുള്ള അഴുക്കുകൾ ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് എത്രയൊക്കെ കഴിയുമെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം പോകത്തേ ഇല്ല. അപ്പോൾ നമ്മുടെ കുട്ടികൾ ദിവസവും കുടിക്കുന്നത്, നമ്മൾ കാരണം കുടിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് കീടാണുക്കളെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂല വരുന്ന എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഒരു ബ്രഷ് ഇങ്ങനെ പോയിരിക്കും. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യും. നമ്മുടെ വീട്ടിലെ കുട്ടികൾ സ്ഥിരമായിട്ട് സ്കൂളുകളിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്ന പാത്രങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇത് ലഞ്ച് ബോക്സ് ആണ്. ഇതെന്ന് പറയുന്നത് അവർ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ. പക്ഷേ ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊക്കെ നമുക്ക് അറിയാത്ത ഒരുപാട് രോഗങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. പണ്ടൊക്കെ നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ചോറ്റുപാത്രവും അതുപോലെ അല്ലെങ്കിൽ അടപ്പുള്ള പാത്രങ്ങളൊക്കെ ആയിരുന്നു. അത് പൂർണ്ണമായിട്ടും സ്റ്റീലിലുള്ള പാത്രമായിരുന്നു. നമുക്ക് ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അഴുക്കൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന പാത്രങ്ങളായിരുന്നു പണ്ട് നമ്മൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടോ, നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതൊക്കെ റബ്ബർ ബുഷ് വരുന്ന ടൈപ്പുള്ള പാത്രങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല. എന്താണ് ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ, നമ്മൾ ഈ ഇങ്ങനെ നോക്കി നല്ല വൃത്തിക്ക് നമ്മൾ കഴുകിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഒരുപാട് കീടാണുക്കൾ ഒളിഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ഇതാണ്ടോ, ഇതിൻ്റെ ഈ ഒരു വാഷറിൻ്റെ ഈ ഒരു സൈഡിലായിട്ടൊക്കെ ആയിരിക്കും ഇതിനകത്തുള്ള അഴുക്കുകൾ ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് എത്രയൊക്കെ കഴിയുമെന്ന് പറഞ്ഞാലും ഈ ഒരു സാധനം പോകത്തേ ഇല്ല. അപ്പം ഇതിനെ നമുക്ക് നമ്മുടെ സാധാ സ്ക്രബ്ബർ കൊണ്ടൊന്നും പോക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഇതുപോലുള്ള വാട്ടർ ബോട്ടിലിന് ഉള്ളിലായിട്ട് ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു റബ്ബർ ബുഷ് ഇളകി പോയതാണ്. ഈ ഒരു വാട്ടർ ബോട്ടിലിന് ഇവിടെ ഇങ്ങനെ ഒരു റബ്ബർ ബുഷ് വരും. ആ റബ്ബർ ബുഷിനകത്തും ഇതുപോലെയുള്ള അഴുക്കുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കുട്ടികൾ ദിവസവും കുടിക്കുന്നത്, നമ്മൾ കാരണം കുടിക്കുന്നതെന്ന് പറയുന്നത് ഒരുപാട് കീടാണുക്കളെയാണ്. അത് അവരുടെ ആരോഗ്യത്തിന് വളരെ ദോഷകരമായി ബാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രബ്ബറുകളോ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആ തേച്ച് കഴുകാൻ ഉപയോഗിക്കുന്ന കമ്പികളോ ഒന്നും വെച്ച് ഇതിനെ ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബ്രഷാണ്, നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷ്. ഇത് നമ്മൾ പുതിയൊരു ബ്രഷ് എടുത്തതാണ്. ഉപയോഗിച്ച ബ്രഷ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. എപ്പോഴും പുതിയ ബ്രഷ് തന്നെ എടുക്കുക കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലുള്ള വാഷറിനിടയിലുള്ള അഴുക്കൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതായത് നമുക്ക് വേണ്ടത് ഡിഷ് വാഷോ സോപ്പോ സോപ്പ് കലക്കിയ വെള്ളമോ എന്തായാലും മതിയാകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യമാണ്. ഒന്നുകിൽ ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിഷ് വാഷ് ഇതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു അടഞ്ഞിരിക്കുന്ന ഭാഗം, അതായത് അകത്തേക്ക് വരുന്ന ഈ ഭാഗത്താണ് ഒരു അഴുക്ക് മൊത്തം ഇരിക്കുന്നത്, അവിടേക്ക് നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പല്ലിൻ്റെ എല്ലാ ഭാഗത്തും കയറുന്ന പോലെ തന്നെ ഈ ഒരു ബ്രഷിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചെല്ലും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാത്ത ഒരു പാത്രമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ അഴുക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ മേടിക്കുമ്പോൾ തന്നെ ആ മേടിക്കുന്ന ദിവസം തൊട്ട് തന്നെ കഴുകിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള അഴുക്കുകളൊന്നും ഒരിക്കലും പാത്രത്തിൽ പറ്റിപ്പിടിച്ചിരിക്കത്തില്ല. ഇനി ഇങ്ങനെയല്ല, നിങ്ങളുടെ ഈ ഒരു ഊരിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റബ്ബർ ബുഷുകളും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ചിലപ്പോൾ സാഹചര്യങ്ങളിൽ ഈ ഒരു ബ്രഷ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കയറണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബ്രഷിനെ നമുക്ക് മറ്റൊരു രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു തീപ്പെട്ടിയും അതുപോലെ തന്നെ മെഴുകുതിരിയാണ്. നല്ല സീർലാമ്പ് ഉണ്ടെങ്കിലും മതിയാകും കേട്ടോ. എനിക്കിതൊന്ന് കത്തിക്കാം. നമ്മളിപ്പം കത്തിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രഷ്, നമ്മളെടുത്ത ബ്രഷ് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഈ ഒരു തീയിലിട്ട് വെക്കുക. ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട, നമുക്കിതിനെ ജസ്റ്റ് വളച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. ഒന്ന് ഉരുക്കിയിട്ട് നമ്മളിത് വളയുന്നുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇതങ്ങ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ അതിനെ കരിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ മുക്കിക്കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇപ്പം അങ്ങോട്ട് വളയാത്തത്, കാരണം നനവുള്ളതുകൊണ്ടാണ്. നമ്മൾ നനയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രഷ് വളഞ്ഞു വരുന്നത് കണ്ടോ. ചിലപ്പോൾ ഇതിൻ്റെ നടുഭാഗത്തെ കുറേയൊക്കെ നമുക്ക് നഷ്ടപ്പെടും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നടുഭാഗത്തൊന്നും വേണമെന്നില്ല, എൽ ഷേപ്പിൽ നമുക്കിങ്ങനെ കിട്ടണമെന്നേ ഉള്ളൂ കേട്ടോ. വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ തന്നെ ഇങ്ങനെ നമ്മുടെ ഈ ബ്രഷ് ഡയറക്റ്റായിട്ട് കയറാത്ത ഭാഗത്താണ്, അല്ലെങ്കിൽ നല്ല ഇതുപോലെ വളഞ്ഞു വരുന്ന ഭാഗത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെ ബ്രഷ് ആക്കിയതിന് ശേഷം നമുക്ക് മുക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ കഴുകാൻ പറ്റും. ഇതാ കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മൂല വരുന്ന എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഒരു ബ്രഷ് ഇങ്ങനെ പോയിരിക്കും. ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും അത് കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനിപ്പം ഇങ്ങനെ വളച്ചിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം നമ്മുടെ കുട്ടികൾ നമ്മൾ കാരണം രോഗാവസ്ഥയിലേക്ക് പോരെന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് തൂത്തപ്പം തന്നെ അതിനകത്ത് അഴുക്കിറങ്ങിയൊക്കെ കാണാൻ പറ്റും. അപ്പം വളരെ ചെറിയൊരു കാര്യമാണ്, എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു ബ്രഷ് മാത്രം മതി. ഈ ഒരു ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പാത്രത്തിലെ അഴുക്ക് മുഴുവൻ കളഞ്ഞിരിക്കുന്നത്. വളരെ ചെറിയ കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നമസ്കാരം.